മമതാ ബാനർജി ജയിലിലടച്ച നൌഷാദ് സിദ്ദിഖി തൃണമൂലിന്റെ ഉറക്കം കെടുത്തുന്നു. ISF നേതാവിനെ BJPയുടെ ഏജന്റെന്ന് ആക്ഷേപിച്ച് തൃണമൂൽ കോൺഗ്രസ്. മമതയുടെ പ്രസംഗം തടഞ്ഞ BJPയുമായി തെരുവ് യുദ്ധം നടത്തി തൃണമൂൽ. ബംഗാളിൽ മമതാ യുഗം അവസാനിപ്പിക്കാൻ BJP 18 അടവും പയറ്റുന്നു. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ കോബാക്നിയിൽ ജനിച്ച നേതാവാണ് നൌഷാദ് സിദ്ദിഖി. പൗരത്വ ഭേദഗതി പ്രക്ഷോഭത്തിലും പിന്നീട് വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭത്തിലും കൊൽക്കത്തയിലും പരിസരങ്ങളിലും ഇടതുസഖ്യത്തിലെ ISF പോലീസുമായി ഏറ്റുമുട്ടിയിരുന്നു. അന്ന് ISFന്റെ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നൌഷാദിനെ മമതയുടെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. 41 ദിവസത്തിനു ശേഷമാണ് നൌഷാദ് പുറം ലോകം കണ്ടത്. ആ ജയിൽവാസം നൌഷാദിനെ താരമാക്കി പുതിയൊരു നേതാവ് സൃഷ്ടിക്കപ്പെട്ടു. ഇന്ന് BJP കേന്ദ്ര നേതൃത്വത്തിന്റെ വൻ പ്രചാരണങ്ങളിൽ വിയർക്കുന്ന മമതാ ബാനർജിക്കും തൃണമൂൽ കോൺഗ്രസിനും തലവേദനയായി നൌഷാദ് സിദ്ദിഖിയും ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ടും മാറിയിട്ടുണ്ട്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലെ താരമായി ഉയരുന്ന നൌഷാദ് സിദ്ദിഖി ഏതാനും ജില്ലകളിൽ തൃണമൂൽ കോൺഗ്രസിന് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. BJPക്ക് പുറമെ ബംഗാൾ നിയമസഭയിലെ ഏക പ്രതിപക്ഷ MLAയാണ് നൌഷാദ്. കന്നി അംഗത്തിൽ സൗത്ത് 24 പർഗാനാസിലെ ഭാങ്കറിൽ നിന്നാണ് നൌഷാദ് നിയമസഭയിലെത്തിയത്. മുസ്ലിങ്ങളിൽ ഒരു വിഭാഗം പുണ്യകേന്ദ്രമായി കരുതുന്ന ഹൂഗ്ലി ജില്ലയിലെ ഫുർഫുറ ഷെരീഫിന്റെ സ്ഥാപകനും മുസ്ലിം പരിഷ്കർത്താവുമായ മുഹമ്മദ് അബൂബക്കർ സിദ്ദിഖിയുടെ 4ാം തലമുറയിൽപ്പെട്ടതാണ് 33-കാരനായ നൌഷാദ്. സഹോദരൻ അബ്ബാസ് സിദ്ദിഖിയാണ് 5 വർഷം മുൻപ് ISF സ്ഥാപിക്കുന്നത്. CPM നേതൃത്വം നൽകുന്ന ഇടതുസഖ്യത്തിന്റെ ഭാഗമാണ് ISF. മമതയുടെ വോട്ട് ബാങ്കായ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന നേതാവായി നൌഷാദ് മാറുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് ജാഗ്രതയിലാണ്. നൌഷാദ് BJPയുടെ ഏജന്റാണെന്നാണ് തൃണമൂൽ കോൺഗ്രസ് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നത്. ന്യൂനപക്ഷ വോട്ടുകൾ വിഘടിപ്പിച്ച് BJPക്ക് അനുകൂലമായ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുകയാണ് ISFന്റെ ഗൂഢലക്ഷ്യമെന്ന് തൃണമൂൽ ആരോപിക്കുന്നു. 34 മണ്ഡലങ്ങളിൽ ISFന് സ്ഥാനാർത്ഥികളുണ്ട്. മമതാ ബാനർജി യുഗം അവസാനിപ്പിച്ച് ബംഗാളിൽ സർക്കാർ രൂപീകരിക്കുമെന്നാണ് BJPയുടെ അവകാശവാദം. 2 ഘട്ടങ്ങളിലായി 294 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന വോട്ടെടുപ്പിന്റെ 2ാം ഘട്ടം നാളെയാണ്. ആദ്യഘട്ടത്തിൽ 110 സീറ്റുകളിൽ വിജയം ഉറപ്പിച്ചുവെന്നാണ് BJP നേതാവ് സുവേന്ദു അധികാരി അവകാശപ്പെടുന്നത്. പശ്ചിമ ബംഗാളിലെ ഭവാനിപ്പൂരിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയും BJP സ്ഥാനാർത്ഥി സുവേന്ദു അധികാരിയും 100 മീറ്റർ അകലത്തിൽ നടത്തിയ റാലികൾ സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. മമതയുടെ പ്രസംഗം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ BJP റാലിയിൽ ഉച്ചഭാഷണി ഉപയോഗിച്ചതാണ് തർക്കത്തിന് കാരണമായത്. പ്രസംഗം പാതി വഴിയിൽ ഉപേക്ഷിച്ച് മമത വേദി വിട്ടതോടെ തൃണമൂൽ പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി BJP റാലി നടക്കുന്ന സ്ഥലത്തേക്കെത്തി. വലിയ തോതിൽ സംഘർഷത്തിന് കാരണമായി ഇത്. മമതാ ബാനർജി 3 തവണ ജയിച്ചിട്ടുള്ള ഭവാനിപ്പൂർ തൃണമൂൽ കോൺഗ്രസിന്റെ കോട്ടയാണ്. അവിടെ വെച്ചാണ് മമതയുടെ പ്രസംഗം BJP തടസ്സപ്പെടുത്തുന്നത്. ദീദിയെ തടഞ്ഞാൽ എതിരാളികളെ ബംഗാളിൽ നിന്ന് തന്നെ ഓടിക്കും എന്ന മുദ്രാവാക്യം വിളികളാണ് തൃണമൂൽ പ്രവർത്തകർ ഉയർത്തിയത്. കേന്ദ്രം ഭരിക്കുന്ന BJP സ്ഥാനാർത്ഥികൾക്ക് പോലും തൃണമൂൽ പ്രവർത്തകർക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ പ്രയാസമാണെന്നിരിക്കെ നൌഷാദ് സിദ്ദിഖി നടത്തുന്ന പോരാട്ടം ബംഗാളിൽ ചർച്ചാ വിഷയമാണ്. മമതാ ബാനർജിയുടെ എതിർപ്പും കോപവും രാഷ്ട്രീയ മൈലേജ് വർദ്ധിപ്പിക്കാനുള്ള ആയുധമാക്കി മാറ്റുന്ന നൌഷാദ് സിദ്ദിഖിയുടെ തന്ത്രം തൃണമൂൽ കോൺഗ്രസിനെ ഏറെ ചിന്തിപ്പിക്കുന്നുണ്ടാകണം.